5 വർഷങ്ങൾക്ക് മുൻപ് ഒരു 10 ദിവസത്തെ ജാഗ്രതാ അവധിയായി തുടങ്ങിയൊരു സംഗതി പിന്നീട് ഒരു മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുകയും ശേഷം അതൊരു അനിശ്ചിതകാലത്തേക്ക് നീങ്ങുകയും ചെയ്തൊരു ടൈം ആദ്യത്തെ കോവിഡ് ലോക്ക്ഡൌൺ. വലിയ വലിയ പകർച്ചവ്യാധികളൊക്കെ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ചൈനയിലോ മാത്രമേ ഉണ്ടാവൂ, അതൊന്നും ഇന്ത്യയിലെത്തില്ല. ഇന്ത്യയിലെത്തിയാലും അതൊന്നും നമ്മെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് അതിന്റെ ഇന്റൻസിറ്റി കണ്ട് ഞെട്ടിപ്പോയൊരു ടൈം. പിന്നെ കുറെ കാലം നമുക്കും ഇത് പിടിപെടുമോ എന്ന് പേടിച്ച് ജീവിച്ചിരുന്നൊരു ടൈം. അത് കഴിഞ്ഞ് കാര്യങ്ങളൊന്നും ഒതുങ്ങിയെങ്കിലും ഇനി ലൈഫിൽ ഒരിക്കലെങ്കിലും മാസ്ക് ഇല്ലാതെ മറ്റൊരാളുമായി പുറത്തിറങ്ങി മുഖാമുഖം സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തൊരു ടൈം. യെസ്, 5 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിതം അന്നത്തെ ഒരു ഡ്രീം ആയിരുന്നു. സോ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ സിനിമയെ പറ്റിയൊന്നും അധികമാരും ചിന്തിക്കില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഇതിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ ലോകത്തെ എല്ലാ മേഖലയും പതിയെ പതിയെ റിവൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ സിനിമാ മേഖലയും പുനർജനിച്ചു. പക്ഷേ ഈ രണ്ടാം ജന്മത്തിൽ സംഭവിച്ച മാറ്റം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തിയേറ്ററുകളിലേക്ക് ഇനി ജനം വരുമോ എന്നുള്ള സംശയം. അതോടൊപ്പം തന്നെ OTTക്ക് വേണ്ടി മാത്രം എന്ന പേരിൽ പ്രമുഖ താരങ്ങളുടെ അടക്കം സിനിമകൾ വരാനും തുടങ്ങി. സോ ഇനിയൊരു തിയേറ്റർ കാഴ്ച ഉണ്ടാവുമോ എന്ന് സംശയം ജനിപ്പിച്ചെടുത്തു നിന്ന് പതിയെ പതിയെ ഓരോ സംസ്ഥാനത്തെയും തിയേറ്ററുകൾ നിയന്ത്രണങ്ങളോടുകൂടി തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചു. യെസ്, സിനിമ എന്ന് പറയുന്നത് ആളുകൾക്ക് എന്നും തങ്ങളുടെ പ്രിയപ്പെട്ട വിനോദോപാധിയായിരുന്നു. എന്റെ ഈ ചാനൽ റൺ ചെയ്ത് പോകുന്നതടക്കം അതിനുള്ള ഒരു തെളിവാണ്. സിനിമയെ പറ്റി സംസാരിക്കുന്നവരും അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുമൊക്കെ ജോലിയും കൂലിയും മറ്റു പണികളും ഇല്ലാത്ത ആളുകളല്ല, മറിച്ച് അവരുടെ ലൈഫിൽ അവർക്ക് ചെയ്യാനുള്ള കടമകളെല്ലാം ചെയ്തു തീർത്ത ശേഷം ഒന്ന് വിശ്രമിക്കാൻ ആളുകൾ നേരെ എത്തുന്നത് സിനിമയിലേക്കാണ്, അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് കണ്ടന്റുകളിലേക്കാണ്. എന്നാൽ ഈ സിനിമ എക്സ്പീരിയൻസിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ് അത് തിയേറ്ററിൽ നിന്ന് കാണുക എന്നുള്ളത്. കോവിഡ് അനന്തരം അങ്ങനെ പല പല സിനിമകൾ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസായി വന്നെങ്കിലും ഞാൻ കാത്തിരുന്നത് ഒരു ഇവന്റ് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. യെസ്, പഴയതുപോലെ തിയേറ്ററിൽ ചെന്ന് ഫുൾ ക്രൗഡിന്റെ നടുക്കിരുന്ന് ആഘോഷമായി കാണാൻ പറ്റിയൊരു സിനിമ. അങ്ങനെ ഒരു സിനിമ മലയാളത്തിലേക്ക് ആദ്യമായി വരുന്നത് 2021 അവസാനം പുറത്തിറങ്ങിയ കുറുപ്പ്.